ഹലോ, അപ്പോൾ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ഐറ്റമാണ്. ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. ഞാനൊരു ഓർഗൻസ ക്ലോത്തിൻ്റെ ഒരു പീസ് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തു. ഞാൻ ഇനി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിന് ഫോൾഡ് ചെയ്ത ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതുണ്ടോ, ഒരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസുകൾ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിന് ഫ്ലവർ ഉണ്ടാക്കാനുള്ള പെറ്റൽസാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ എടുക്കുക. ഒരു പഴയ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് പുറം ഭാഗത്തിൽ ഉരുണ്ടിരിക്കുന്ന ഭാഗമില്ലേ, അവിടേക്ക് ഈ പെറ്റലിനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒത്തിരി കയറ്റാതെ കുറച്ച് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ലൈറ്റർ അതിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് പിടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒത്തിരി അടുത്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് വളഞ്ഞാൽ മതിയായിരിക്കും. ഇതുണ്ട്, ഇതുപോലെ ഒന്ന് ഉരുകിയിട്ട് വളഞ്ഞു വന്നാൽ മതി. ആ ഒരു രീതിക്ക് ഇതുപോലെ കുറേ പെറ്റൽസ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ചെറിയ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ആദ്യം സെൻറ്ററിലുള്ള ഒരു മൊട്ട് പോലെ വരില്ലേ, അതാണ് ആദ്യം റെഡിയാക്കുന്നത് കേട്ടോ. അതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചുരുളീച്ച വരുന്നില്ലേ, അത് പുറത്തേക്ക് വരുന്ന രീതിക്ക് വേണം ഫ്ലവറിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തതെടുത്ത് ചുറ്റി വെച്ചു. നമുക്കതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അപ്പോൾ അതവിടെ സേഫായിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് 2-3 തുന്നലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തുന്നി കൊടുക്കുക. തുന്നി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പെറ്റൽ ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ ചേർത്ത് വെച്ചിട്ട് ചുറ്റിനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. കുറേ പെറ്റൽസ് ഇതുപോലെ ചുറ്റിനും വെച്ചിട്ട് തുന്നി എടുത്തിട്ട് റെഡിയാക്കി എടുക്കണം. നമുക്ക് ആദ്യം ഒരു ഭാഗം അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിനും വെച്ച് തുന്നിയെടുക്കുക. കുറേ എണ്ണം ഇതുപോലെ തിരിച്ചും മറിച്ച് സൈഡിലേക്ക് ഒരു സൈഡിൽ വെച്ചു, പിന്നെ ഇപ്പുറ സൈഡിൽ ചേർത്ത് വെച്ചു, പിന്നെ അത് ഇങ്ങനെ ചുറ്റിനും അതുപോലെ ഒന്ന് ഓരോ പെറ്റൽസും വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറേ എണ്ണം എന്ന് പറയുമ്പോൾ 8-10 എണ്ണത്തിൽ കൂടുതലൊക്കെ അങ്ങനെ ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ആദ്യത്തെ റൗണ്ടിലുള്ള ഫ്ലവർ കിട്ടുക. അപ്പോൾ നൂലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. നന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കെട്ടിട്ടൊന്നും കട്ടായി പോകരുത് കേട്ടോ. ലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ അരികൊന്ന് ഉരുക്കി നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക, ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം അതിൻ്റെ ഫ്ലവർ ബാക്കിലേക്ക് കുറച്ച് ഇതളുകൾ അധികം നിൽക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതേ ചേർത്തൊട്ടിക്കാതെ ഇതുപോലെ ഒരു പെറ്റലെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്ലൂ, ലൈറ്റായിട്ട് ഗ്ലൂ തേക്കാവുള്ളൂ. ലൈറ്റായിട്ട് ഗ്ലൂ തേച്ചു. എന്നിട്ട് അടുത്ത പെറ്റൽ ഇതുപോലെ ചെരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഗ്ലൂ വീണ്ടും അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത പെറ്റലും അങ്ങനെ തന്നെ വെച്ച് കൊടുത്ത് ഒരു 4-5 പെറ്റൽ അങ്ങനെ വെച്ച് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ഞാൻ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാടായി പോകരുത്, ലൈറ്റായിട്ട് അതിനൊന്ന് തൂത്ത് കിട്ടാൽ മതി. അത്രയേ വേണ്ടുള്ളൂ കണ്ടോ. ജസ്റ്റ് ഒന്ന് ആദ്യം തൂത്ത് കിട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വളച്ചെടുത്തിട്ട് ഒട്ടിക്കുക കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക, കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ ആദ്യം ഉണ്ടാക്കി വെച്ച ഫ്ലവറിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ ചുറ്റിന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. നമ്മളിപ്പോൾ ചെയ്ത് വെച്ച പെറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ഇറക്കി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്ലവർ കുറച്ചൊരു വലിപ്പം തോന്നിച്ചില്ലേ. അപ്പോൾ ഇനി ഇതുപോലെ 3-4 എണ്ണം റൗണ്ട് അതുപോലെ ഉണ്ടാക്കി അതിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലവർ റെഡിയായി. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സൈഡിൽ കുറച്ച് ബ്രൂച്ചിൻ്റെ ബ്രാഞ്ചസ് ഇല്ലേ, അതുപോലെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 0.4 mm ഒരു സിൽവർ കളർ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് ഓരോന്നും കമ്പിയിലേക്ക് കോർക്കാം. എന്നിട്ട് അതിങ്ങനെ നമുക്ക് പിരിച്ചിട്ട് ബ്രാഞ്ചസ് ഉണ്ടാക്കുന്ന പോലെ എടുക്കുക. പക്ഷെ കുറച്ച് നീളത്തിലാണ് എടുക്കുന്നത്. സൈഡിൽ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. ഇതുപോലെ നീളത്തിലെടുത്തു. പിന്നെ കുറച്ചെണ്ണം ചെറുതെടുക്കും, പിന്നെ കുറച്ച് വലുതായിട്ട് അങ്ങനെ ബ്രാഞ്ചസ് കുറേ ഇങ്ങനെ അളവുകൾ വ്യത്യാസത്തിൽ കുറേ മുത്തുകളിങ്ങനെ പിരിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഭംഗി. എല്ലാം ഒരേ അളവിലല്ലാതെ ഒന്ന് വലുത്, ഒന്ന് ചെറുത്, പിന്നെ ഒന്ന് വലുത്, പിന്നെ കുറച്ചൊരു മീഡിയം സൈസിൽ, അങ്ങനെ പല സൈസിൽ ഓരോരോ ബ്രാഞ്ചസ് ആക്കി എടുക്കുക.
അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ. അതാണ് ഒരു വെറൈറ്റി ആയിട്ട്. എല്ലാം ഒരേപോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വരച്ച പോലത്തെ ഷേപ്പിൽ അങ്ങനെ വരുന്ന ഒരു ഭംഗിയില്ല കേട്ടോ. അപ്പം ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ തന്നെ കമ്പിയിൽ ഈ ബീഡ്സൊക്കെ കോർത്തിട്ട് ചെയ്തെടുക്കാവേ. അതുപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ നീളത്തിൽ കുറേ എണ്ണം എടുക്കുക. പിന്നെ കുറച്ചെണ്ണം ചെറുത് ഇതുണ്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് അടിഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് വിരൽ നഖമൊക്കെ വെച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് അടിഭാഗം ബാക്കിയുള്ളതൊക്കെ ഒന്ന് കുറച്ച് പിരിച്ച് വയ്ക്കുക കേട്ടോ. കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വൈറ്റ് പോളൻ എടുത്തിട്ട് അതിനെ ഒന്ന് ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് പറിച്ച് എടുത്തിട്ട് ഒന്ന് വിരിച്ച് വെക്കണം അതിനെ കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഗിയർ വയറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ കുറച്ചൊരു മുകളിലേക്ക്, അറ്റത്തല്ലാതെ കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. ഇതുണ്ടോ ടൈറ്റാക്കി ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആദ്യം നമ്മൾ ബ്രാഞ്ച് ഉണ്ടാക്കി വെച്ചില്ലേ അതിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. നമ്മൾ ബീഡ്സ് വരുന്നതിന് തൊട്ട് താഴത്തോട്ടായിട്ട് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കമ്പിയിലേക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പിരിച്ച് അരികും കൂടെ വളച്ച് നന്നായിട്ട് പിരിച്ച് വയ്ക്കുക. കണ്ടോ ആ ബ്രാഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു മീഡിയം സൈസ് അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു വൈറ്റ് റിബൺ എടുത്തിട്ട് സാറ്റൻ റിബണാണ് എടുത്ത് 1/2 ഇഞ്ചിൻ്റെ അത് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ജസ്റ്റ് മുകളിലും അതുപോലെ തന്നെ പശ വെച്ച് ചുറ്റി ഇതുപോലെ ഉള്ളിലേക്ക് ചുറ്റിക്കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ഫുള്ള് ചുറ്റരുത്. അതിന് മുമ്പേ നമുക്ക് അതിന് ബ്രാഞ്ച് വെക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് നീളത്തിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അറ്റത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ബ്രാഞ്ചിനെ ഒന്ന് നമ്മുടെ അലിഗേറ്ററിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് റിബൺ ഒന്ന് നന്നായിട്ട് ചുറ്റി അരികു വരെ ചുറ്റി അരികൊക്കെ ഉരുക്കി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫ്ലവറിൻ്റെ പുറകിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് അലിഗേറ്ററിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സെൻറ്ററൊക്കെ നോക്കി അളവൊക്കെ നോക്കി നന്നായിട്ടൊന്ന് വിരലൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. സൈഡൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാരിയുടെയൊക്കെ കൂട്ടത്തിലും ഗൗണിൻ്റെ കൂട്ടത്തിലും ലെഹങ്കയുടെ കൂട്ടത്തിലൊക്കെ സൈഡിൽ മുടിയുടെ സൈഡിൽ കുത്തി വയ്ക്കുക. അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കളറുണ്ട്. ഒരു ഹാഷ് കളർ മുകളിൽ അടിയിൽ റെഡ് കളർ വന്നിട്ട് നമ്മൾ ബീഡ്സ് ഓഫ് വൈറ്റ് ബീഡ്സാണ്. അതുപോലെ തന്നെ വൈറ്റ് പോളനും എടുത്തിട്ട് ഒരു അടിപൊളി അലിഗേറ്റർ. അപ്പോൾ രണ്ടും നല്ല ഭംഗിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.